പ്രജകളെ കേരളത്തിൽ നല്ല ഗ്യാരണ്ടിയുള്ള ഒരു ഭരണം കൊണ്ടുവരാൻ ശ്രീ 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 സുരത്തമ്പുരാൻ നയിക്കുന്ന പദയാത്രയിൽ തമ്പുരാന്റെ കൂടെ ഫുഡ് അടിക്കാനുള്ള സുവർണാവസരം SC/ST നേതാക്കൾക്ക് ലഭിച്ചിരിക്കുകയാണ്. തമ്പുരാന്റെ ഇഷ്ടവിഭവങ്ങളായ ഉള്ളി, കൊള്ളി തുടങ്ങിയ വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണത്തിന് ഭാഗ്യം ലഭിച്ച എല്ലാ SC/ST നേതാക്കൾക്കും അഭിനന്ദനങ്ങൾ. ഹൈ, എന്താ കഥ! ഈ ഇടയായിട്ട് സുരത്തമ്പുരാന് ജനസമ്മതി വല്ലാണ്ട് കൂടി വരുന്നുണ്ടല്ലോ. എന്നാ പിന്നെ ആ തമ്പുരാനെ പൊക്കി 4 വാക്കങ്ങോട്ട് പറഞ്ഞിട്ട് പോവാം. ഇന്ത്യേ ഖുഷിയോ? എന്നാ തുടങ്ങിയാലോ. നോക്ക്, വിപ്ലവ നായകൻ എന്നൊക്കെ പറഞ്ഞ അത് നമ്മുടെ സുരേന്ദ്രേട്ടനാണ്. താഴ്ന്ന ജാതിയുടെ പേരിൽ രാജ്യത്തിന്റെ രാഷ്ട്രപതിയെ പാർലമെന്റിൽ പോലും കയറ്റാത്ത സ്വന്തം പാർട്ടിയുടെ എത്തിക്സ് വരെ മറന്നിട്ടല്ലേ നോം ഉച്ചഭക്ഷണം SC/ST നേതാക്കളുടെ കൂടെ കഴിക്കും എന്ന് പറഞ്ഞ് പുള്ളി പോസ്റ്റർ ഇറക്കിയേക്കുന്നത്. അതായത് കേരളത്തിൽ നമ്മുടെ മോദിജിയുടെ ഗ്യാരണ്ടി പച്ച പിടിക്കാത്ത സാഹചര്യത്തിൽ ആ ഗ്യാരണ്ടി ഞാൻ തന്നെ അങ്ങ് പിടിപ്പിക്കും എന്നും പറഞ്ഞ് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയായിരുന്നു നമ്മുടെ സ്വന്തം K. സുരേന്ദ്രൻ ചേട്ടൻ. അതിനുവേണ്ടി ആളൊരു വിപ്ലവ യാത്ര ബുക്ക് ചെയ്തു. പേര് പദയാത്ര. അതിൽ ഉച്ചഭക്ഷണം പുള്ളി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ നേതാക്കളുമായിട്ടാണ്. തലവരെ, നീങ്ക യാര്? എന്തൊരു മഹാമനസ്കത, എന്തൊരു മാതൃകാപരമായ പോസ്റ്റർ അടി. പുള്ളിയുടെ കൂടെ ഫുഡ് അടിക്കാൻ അവസരം കിട്ടിയ ആ SC/ST നേതാക്കൾക്ക് ഇതിൽ പരം ഒരു മഹാഭാഗ്യം വരാനുണ്ടോ? സുരേന്ദ്രേട്ടൻ ഒരു മഹാൻ തന്നെ. ദേ, ഇനിയും ഞങ്ങൾ സംഘികളിൽ സവർണ മേൽക്കോയ്മ ആരോപിക്കരുത് കേട്ടോ. അല്ലെങ്കിലും ഇലക്ഷൻ എടുക്കാറാവുമ്പോ ഈ ഹിന്ദു ചുമ്മാ ഉണർന്നാൽ മാത്രം പോരാ, ഒരുമിച്ചിരുന്ന് ഫുഡ് അടിക്കും കൂടെ വേണം. പക്ഷെ ഈ പോസ്റ്റർ ഇറങ്ങിയപ്പോ തൊട്ട് സോഷ്യൽ മീഡിയ സുരേന്ദ്രേട്ടനെ ഇട്ട് അലക്കുന്നുണ്ട്. പോസ്റ്ററിലെ വലിയ ജാതി വിരുദ്ധത ചൂണ്ടിക്കാണിച്ചാണ് ഈ അലക്ക്. ഉയർന്ന ജാതി എന്ന് വീമ്പ് പറയുന്ന BJP നേതാക്കൾ താഴ്ന്ന ജാതിക്കാരെ പരസ്യമായി അധിക്ഷേപിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് ഈ പോസ്റ്റർ എന്നാണ് വിമർശനം. മാത്രമല്ല, ഭക്ഷണം കഴിക്കാൻ കൂടെയുള്ളത് SC/STക്കാരാണ് എന്ന് എടുത്തു പറയുന്നതിലെ അപകടവും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ദളിതരെ മാറ്റി നിർത്തണമെന്ന സന്ദേശമാണ് BJP നൽകുന്നതെന്നും തികഞ്ഞ ജാതി അവഹേളനമാണ് നടത്തിയതെന്നും ഇത് സവർണ ജാതി ബോധത്തിന്റെ തുടർച്ചയാണെന്നും ഇപ്പോഴും ജാതിയുമായി അധിക്ഷേപിക്കുന്ന രീതി BJP തുടരുകയാണെന്നും പട്ടികജാതി ക്ഷേമ സമിതി കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഭരദ്വാജ് പറഞ്ഞു. എന്ത് കഷ്ടമാണ് അല്ലേ തന്നെ. അടുത്ത ജന്മത്തിൽ ഒരു തന്ത്രിയായി ജനിക്കാൻ വഴിപാട് നേർന്നിരിക്കുന്ന ആ സുരേഷ് ഏട്ടനോട് ഗുസ്തി പിടിച്ചിട്ടാണ് ഈ ഫുഡ് അടി പരിപാടി സുരേന്ദ്രേട്ടൻ ഒന്ന് ഓണാക്കി എടുത്തത്. എന്നിട്ട് ഇപ്പൊ വെളുക്കാൻ തെച്ചത് പാണ്ടായി പോയല്ലോ എന്റെ ഭാരത മാതാവേ. 2023 ജൂലൈ 6 മധ്യപ്രദേശിൽ പർവേഷ് ശുക്ല എന്നയാൾ ഒരു ആദിവാസി യുവാവിന്റെ തലയിൽ മൂത്രമൊഴിച്ച സംഭവം വലിയ രീതിയിൽ രാജ്യത്തിന്റെ മനസ്സാക്ഷിയെ ഞെട്ടിക്കുകയുണ്ടായി. ഈ സംഭവം കഴിഞ്ഞ് ഒരാഴ്ച തികയും മുന്നേ ജൂലൈ 11 UPയിൽ ജവഹർ പട്ടേൽ എന്നയാൾ വഴിയരികിൽ കിടന്നുറങ്ങിയ ഗുലാബ് കോൾ എന്ന ദളിത് യുവാവിന്റെ ചെവിയിൽ മൂത്രമൊഴിക്കുന്ന വീഡിയോ പുറത്തു വന്നു. വീഡിയോയിൽ പട്ടേൽ ഇരയുടെ നേരെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് നമുക്ക് കൃത്യമായി കാണാം. 2022 ജൂലൈ 20 രാജസ്ഥാനിലെ ജലോറിൽ കുടിവെള്ള പാത്രത്തിൽ തൊട്ടതിന് ഒരു ദളിത് ബാലനെ സ്കൂൾ അധ്യാപകനായ ചൈൽ സിംഗ് മർദ്ദിക്കുകയും വെറും 9 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുട്ടി കൊല്ലപ്പെടുകയും ഉണ്ടായി. കൊല്ലപ്പെട്ട ആ ദളിത് ബാലന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കഴിയാത്ത താൻ ഇനിയും ഒരു MLA ആയി തുടരുന്നതിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞ് കോൺഗ്രസ് MLA പനചന്ദ് മെഗ്വാൾ രാജിവെച്ചു. ഓഗസ്റ്റ് 25, 2023 ഉത്തർപ്രദേശിലെ സുൽത്താൻപൂരിൽ കൂലി ചോദിച്ചതിന് 18 വയസ്സ് മാത്രമുള്ള വിനയ് കുമാറിനെ ജാതിയുടെ പേരിൽ ദിഗ്വിജയ് യാദവ് എന്നയാൾ കൊലപ്പെടുത്തി. ഈ കഴിഞ്ഞ ജനുവരി 8 ഉത്തർപ്രദേശിലെ കത്തൌളിയിൽ അൻകിത് എന്നു പേരുള്ള 21 വയസ്സുകാരനെ ചിലർ വീട്ടിൽ ബന്ദിയാക്കി തല്ലി കൊലപ്പെടുത്തി. ജനുവരി 26, 2024 രാജസ്ഥാനിലെ അജ്മീറിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ദളിത് ബാലനെ ഒരു കൂട്ടം ആളുകൾ ഉപദ്രവിക്കുകയും മൂത്രവും മദ്യവും കുടിപ്പിക്കുകയും ചെയ്തു. ഇതൊക്കെ ദളിതർക്കെതിരെ നടക്കുന്ന ആയിരക്കണക്കിന് വരുന്ന അക്രമങ്ങളിൽ ചിലത് മാത്രമാണ്. 2020 മുതൽ NCRBയുടെ കണക്കുകൾ പ്രകാരം രാജ്യത്തെ ജനസംഖ്യയുടെ ഏകദേശം 17% ദളിത് സമൂഹമാണ്. ഓരോ 10 മിനിറ്റിലും ദളിതർക്കെതിരെ ഒരു കുറ്റകൃത്യമെങ്കിലും ഇന്ത്യയിൽ സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ദളിതരെ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്ന വാർത്തകൾ നമുക്കിപ്പോൾ വളരെ സാധാരണമാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് സുരേഷ് ഏട്ടനെയും കൃഷ്ണകുമാർ ജിയെയും സുരേഷ് ഗോപിയെയും പോലെയുള്ള സവർണ രാഷ്ട്രീയത്തിന്റെ വക്താക്കൾക്ക് ദളിത് ആദിവാസി രാഷ്ട്രീയവും അവർക്കെതിരെയുള്ള വയലൻസും ഒരു കാലത്തും മനസ്സിലാവാത്തത്. എന്തായാലും സുരേന്ദ്രേട്ടന്റെ ഈ ഭക്ഷണം വിളമ്പിക്കൊണ്ടുള്ള മഹാമനസ്കതയെ വിമർശിക്കാൻ നാട്ടുകാരുണ്ടായി എന്നുള്ള സമാധാനത്തിൽ ഇന്നത്തെ മാപ്രാവേഴ്സ് നമുക്ക് അവസാനിപ്പിക്കാം. അല്ല, പോവും മുന്നേ നമുക്ക് സകല സവർണ സംഘികളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ പദയാത്രയുടെ സോങ് ഒന്ന് കേട്ടു നോക്കാം. ആ സംഘികളെ വീഴ്ത്തുന്ന 4 വരി. കൊള്ളാലോ കളി. അഴിമതിക്ക് പേരുകേട്ട കേന്ദ്രഭരണ തന്ത്രമെന്ന് തുടച്ചു നീക്കാൻ അണിനിരക്ക് കൂട്ടരെ.
സെൽഫ് ട്രോൾ ആണല്ലോ മിത്രങ്ങളെ. സുരേട്ടന്റെ ഐഡിയ ആണോ ഇത്? എന്ത് തന്നെ ആയാലും എന്ത് വില കൊടുത്തും നമ്മൾ ഈ പാട്ട് നെഞ്ചിലേറ്റുന്നതായിരിക്കും. അപ്പോൾ SC/ST വിഭാഗത്തോടുള്ള നമ്മുടെ സുരേന്ദ്രേട്ടന്റെയും ഫ്രണ്ട്സിന്റെയും മഹാമനസ്കതയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. മാപ്രാവേഴ്സിന്റെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം.